എടാ ഇവിടെ കാണുന്നില്ലല്ലോടാ. എടാ വെയിറ്റ് ചെയ്യാം, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. നീ നോക്കിയോ, ഞാൻ ഇന്ന് എന്തായാലും പറയും. അത് തോറ്റു കൊടുക്കരുത്. ടെൻഷൻ ആയിട്ടാണ് എനിക്ക്. ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയൂടാ, ഇന്ന് എന്തായാലും ഞാൻ പറയും. എടാ അവള് വന്നിട്ടാ. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്. അന്നാ വഴിവരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ, ട്യൂഷന് പോകുമ്പോൾ, പിന്നെ ലീവുള്ള ദിവസം എവിടെയെങ്കിലൊക്കെ പുറത്ത് പോകുമ്പോൾ ഞാൻ കുറേ തവണ റോട്ടിലൊക്കെ വെച്ച് അവനെ കണ്ടിട്ടുണ്ട്. ഞാൻ വരുന്നതും കാത്ത് വഴിയിലിങ്ങനെ കാത്ത് നിൽക്കും. ആ സമയത്ത് അതൊക്കെ തന്നെ കാണാൻ എന്തൊരു രസമാണ്. എന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലേ? ഞാനും കണ്ടിട്ടില്ല. നമ്മൾ ഒരുമിച്ചല്ലേ സ്കൂളിൽ പോയത്. ആ പയ്യൻ നിങ്ങളുടെ പുറകെയല്ലല്ലോ നടന്നത്, എന്റെ പുറകെയല്ലേ. ചുമ്മാ ഫ്ലോ കളയല്ലേ പിള്ളേരെ. ചേച്ചി പറ. അവൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷം പയ്യെ ഞാനും അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു ദിവസേ ഓണത്തിനാന്ന് തോന്നണു, ഞാൻ രാവിലെ കുളിച്ച് നല്ല പട്ടോടയും ബ്ലൗസൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോവായിരുന്നേ. സ്കൂളിലേക്ക് പോകുന്ന വഴിയില് ഫ്ലോയിൽ പറഞ്ഞോണ്ടിരിക്കല്ലേ, ഞാൻ പോലും കേൾക്കാത്ത കഥയാണ്. പോകുന്ന വഴിയിലേ ദേ നിക്കുന്നു നമ്മുടെ കഥാനായകൻ. ഉള്ളത് പറയാലോ, ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ നെഞ്ചൊക്കെ ഇങ്ങനെ പടപടപടാന്നും പറഞ്ഞ് ഇടിക്കുവായിരുന്നു. കേട്ടാ, നെഞ്ചൊക്കെ പടപടാന്നിരിക്കുവായിരുന്നു. എന്നിട്ട് സത്യം പറഞ്ഞ ആ പയ്യന് ധൈര്യം ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. ചേച്ചിന്തിനാണ് അവന്റെ ധൈര്യമൊക്കെ നോക്കാൻ പോയത്? ശിവ, ഈ ആമ്പിള്ളേർക്ക് ധൈര്യം ഉണ്ടെങ്കിലേ അവര് പെട്ടെന്ന് വന്ന് നമ്മുടെ അടുത്ത് ഇഷ്ടം പറയുമല്ലോ. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് പോയി പറയണ്ട, ഒരു മറുപടി മാത്രം കൊടുത്താൽ മതി. അതെ. എന്നിട്ടെന്താ? എന്നിട്ട് പറഞ്ഞ ധൈര്യം സംഭരിച്ച ഒന്ന് പറഞ്ഞ. എവിടെ? ഓണത്തിന് പറഞ്ഞില്ല, ക്രിസ്മസിനും പറഞ്ഞില്ല, ന്യൂ ഇയറിനും പറഞ്ഞില്ല. പാവല്ലേ ചേച്ചി, എല്ലാ തവണയും ഒരുങ്ങിക്കെട്ടി പോയത് വെറുതെ ആയി പോയല്ലേ. അടുത്ത വിഷുവിന് പറഞ്ഞായിരുന്നു. അപ്പോഴേക്കും സ്കൂള് കൂട്ടിയല്ലോ. പിന്നെ ആ ചെറുക്കന്റെ വഴിക്കും പോയി, ഞാൻ എന്റെ വഴിക്കും പോയി. അവനെന്താണല്ലോ അവന്റെ വഴിക്ക് പോയല്ലോ, പിന്നെ വന്നില്ലല്ലോ അല്ലേ? പക്ഷെ സത്യം പറയാ, എനിക്ക് ഒരു തവണയും കൂടെ ആ പയ്യനെ കണ്ടാ കൊള്ളാവുന്നുണ്ട്. എന്തിനാ ചേച്ചി? എന്തിന് പറ. എന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷെ ആ സമയത്തെ നമ്മള് പിള്ളേരായിരുന്നല്ലോ. ആ സമയത്ത് പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്യുവറാണ്, ഉള്ളില് കള്ളൊന്നുമില്ല. വളർന്നു കഴിയുമ്പോ കള്ളത്തിന് ഇഷ്ടം പോലെ വരും, ചെറുതായിരിക്കുമ്പോ കള്ളം കാണൂല്ല എന്ന് അവര് വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞ അങ്ങനത്തെ ഒരു പ്രേമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ ആകെ വഴി നമ്മളങ്ങ് സ്നേഹിക്കണം. കിട്ടിയാ മതിയായിരുന്നു എനിക്കൊക്കെ ഒരെണ്ണം. തപ്പാൻ കേട്ടോ. എന്തോന്നു പ്രേമോയ്. ചേച്ചി കണ്ടുപിടിച്ചു തരും, അളിയെ കണ്ടുപിടിച്ചു തരുമെന്ന്. ആരെ? പൊടിമീശക്കാരനെ ചേച്ചിയുടെ. ചേച്ചി പുള്ളിക്ക് പൊടിമീശ ഉണ്ടായിരുന്നോ?
പൊടിമീശ എനിക്ക് ഓർമ്മയില്ല. എന്തിനാണെന്ന് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ? എന്ത് പൊസസീവാണ്. പൊസസീവ്നെസ് ഒരിക്കോ? നോടാ, അളിയന് പൊസസീവ്നെസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ചേച്ചി കഥയൊക്കെ വിട്ടിരുന്ന് പറഞ്ഞോണ്ടിരിക്കണേ. അതില്ല. എന്നാ കൊള്ളാം. ചേച്ചി ശരിക്കും ആ പുള്ളിക്ക് പൊടിമീശ ഉണ്ടായിരുന്നു? ആലോചിക്ക്. പൊടിമീശ അല്ലേ? പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്, എന്ത് കൊതിച്ചാണ് അവളുടെ കാരണം, അവളുടെ കരിനീല കണ്ണ്. അളിയ ഉള്ളത് പറയാലോ, അളിയൻ എവിടെന്നെങ്കിലും ആ പണ്ടത്തെ കാമുകനെ ചേച്ചിക്ക് ഒന്നും തപ്പി കണ്ടുപിടിച്ച് കൊടുക്കണം കേട്ടോ. ചേച്ചിക്ക് ഒരു നോക്ക് കാണാനായിട്ട് പ്ലീസ്. അതെ, ആ പാവം കുഞ്ഞു മനസ്സ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അളിയന് പൊസസീവ്നെസ് ഇല്ലാത്തോണ്ട് നക്കം പറ്റും. അതെ അതെ. ചേച്ചിയുടെ ഒരു ഭാഗ്യം. ഇത്രയും ചേച്ചി പറഞ്ഞിട്ട് അളിയന്റെ മുഖത്തിന് മാറ്റം വന്നിട്ടില്ല. തങ്ക കോട. ഒരു മാറ്റവും വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ വീട്. ഇത് എങ്ങനെയുണ്ട്? നല്ല വീടല്ലേ? അടിപൊളിയായിട്ടുണ്ട്. എഴുത്തരൂല വേണ്ട. എങ്ങനുണ്ട്? ചേച്ചിയുടെ പഴയ കഥയിലെ നായകൻ പൊടിമീശക്കാരൻ ശരിക്കോ? സെറ്റ് ചെയ്തല്ലേ? 1000 രൂപ എടുത്ത് ഏഞ്ചൽ നാടക കമ്പനിന്ന് ബുക്ക് ചെയ്ത്. ഡയലോഗൊക്കെ പറയായിരിക്കുമല്ലോ അല്ലേ? ഡയലോഗ് സൂപ്പർ ആയിട്ട് പറയും. ഒരു ഡയലോഗ് പറഞ്ഞേ. വേണ്ട, ആ സമയത്ത് പറഞ്ഞാൽ മതി. അപ്പൊ പറഞ്ഞാൽ മതി. ആ ഒരു എക്സ്പ്രഷൻ ചേർത്ത് കിട്ടാനേ. ശരി, പൊക്കോ പൊക്കോന്ന്. ബാക്കി ഞാൻ അളിയനെ വിളിച്ച് ഡീൽ ചെയ്തോളാം. കേശേ, അളിയനെ ഒരുപാട് അങ്ങോട്ട് വിഷമിപ്പിക്കരുത് കേട്ടോ, പാവ. ഈടാ എപ്പോ ചോദിച്ചാലും പൊസസീവ്നെസ് ഇല്ല, പൊസസീവ്നെസ് ഇല്ലാന്നിട്ട് ഞങ്ങൾക്ക് തന്നെ പോസിറ്റീവായി തുടങ്ങി. അളിയൻ കുറച്ച് പോസിറ്റീവ് ആവട്ടെ, അത് കണ്ടിട്ട് ഞങ്ങൾ നിർത്തത്തുള്ളൂ. അല്ലടാ, അത്രേ ഉള്ളൂ. അത് കണ്ട് നിർത്തിയാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞോളൂ ചെയ്താൽ പൊക്കോ. ഓക്കെ, എന്നെ ക്യാരക്ടറിനെ കയറ്റിയതാ. അതാണ് കേട്ടോ ലച്ചു. ആ പോയതാണ് ലച്ചു, ലക്ഷ്മി ആണല്ലേ? സെറ്റല്ലേ? സെറ്റ്. അളയോ അളയോ അളയും വന്നേ. ഇങ്ങ് വാ. സൂക്ഷിച്ചു നോക്കി. മനസ്സിലായില്ല? ഒന്ന് ഓർത്ത് നോക്കിയേ. ഓർമ്മ കിട്ടല്ല. ഓർമ്മ കിട്ടൂല, അതിന് അളയിന് പരിചയമില്ലല്ലോ. ഒട്ടും മനസ്സിലായില്ലല്ലോ. ഇല്ല. ലച്ചു ചേച്ചിയുടെ പഴയ കഥയിലെ നായകൻ, ആ പൊടിമീശക്കാരൻ. ചേച്ചിക്ക് വേണ്ടി ഇപ്പോഴും മീശ പഠിച്ചിട്ടില്ല. വഴി വെച്ച് കണ്ടപ്പോൾ വിളിച്ചോണ്ട് വന്നതാ. ലച്ചേച്ചേ, ഇങ്ങ് വാ. ചേച്ചി മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? കേശു, ഇതാരാടാ? ഇത് ഒരു മാറ്റവും ഇല്ല, ആ പഴയ പാവാടക്കാര് തന്നെ. സ്കൂൾ വഴിയിൽ കാത്തു നിന്ന ആ പഴയ കാലം ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും. എന്താണ് ഇത് നാടകം? അതിന്റെ ഇത്രയൊക്കെ കിട്ടുള്ളൂ. റിയലിസ്റ്റിക് ആയിട്ട് ഡയലോഗ് പറയാൻ പറ്റുമോ? 500 കൂടെ തരുമോ?
അളിയാ അളിയാ അളിയോ എന്താടാ പെട്ടെന്നേ പുള്ളിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്ന് അങ്ങനെ പറഞ്ഞതാ. കേശു ഇപ്പോഴും പറഞ്ഞില്ല ഇതാരാണെന്ന്. ഓ പറഞ്ഞില്ലല്ലേ ചേച്ചി ആളെ മനസ്സിലായ ചേച്ചിയുടെ പണ്ടത്തെ കഥയിലെ പൊടിമീശക്കാരൻ നായകൻ. ഓ മൈ ഗോഡ്, സഞ്ജണ്ണന് ആളെ മനസ്സിലായോ? പിന്നെ ആ കണ്ണുകളിലുണ്ടല്ലോ പഴയ ആ കുട്ടിത്വം. ഏത് ഈ കണ്ടില്ല, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. എന്ത് ചെയ്യുന്നു? ഡയറക്ടറാണ്. സംവിധായകൻ. സീരിയലാ? ടി വി സീരിയൽ, പണ്ട് നാടകമായിരുന്നു, അതെ, അതെ. ഇപ്പൊ സീരിയൽ. അതെ, അതെ, അതെ. ഇല്ലെങ്കിൽ ടാലി ആവൂല. ഏത് സീരിയലാ സംവിധാനം ചെയ്യുന്നത്? മഞ്ചാടി വീണ വഴികൾ. അതെ, മഞ്ചാടി വീണ വഴികൾ ഭയങ്കര ഫേമസ് സീരിയലാ. കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാനിതൊന്നും കാണാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ പോലെ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളൊന്നും അല്ലത്. ലച്ചു കണ്ടിട്ടുണ്ടാവൂലേ? ഇല്ല. ഫോണില് സമയം കിട്ടുമ്പോഴൊക്കെ. അതാണ്. നല്ല റേറ്റിംഗാ. പിന്നെ ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹമാണ് ലച്ചേച്ചിയുടെ ഭർത്താവ്. ഐ എം സഞ്ജു. ഇതൊന്നും പറഞ്ഞില്ല, കൈവിട്ട് തിരിച്ചാ 50 രൂപ കൂട്ടിത്തരാം. ലച്ച ചേച്ചി ബാല്യകാല സുഹൃത്തിന് വെള്ളം വല്ലം കൊണ്ടേ കൂടെ. സ്ക്വാഷ് എടുക്കട്ടെ? തണുത്തത്. അളിയ എന്തിരില്ലേ കോശേ സ്ക്വാച്ച്? ഞാനാ? നോ, ഐ ആം നോട്ട് പൊസസീവ്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. എപ്പോഴും ലച്ചു ചേച്ചി മാത്രം പൊസസീവ് ആവാതെ കണ്ടാൽ മതിയോ? നമുക്ക് കുറച്ച് അളിയനും കൂടെ പൊസസീവ് ആവണമെന്ന് കാണണ്ടേ? കാണിക്കാൻ ഞാൻ കാണിക്കാം. ഞാനിന്ന് അകത്തോട്ട് ഇല്ലട്ടെ. ഞാനും തരുന്നു. പറഞ്ഞ